പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീററ്റ് മെട്രോയും 82 കിലോമീറ്റർ നീളമുള്ള നമോ ഭാരത് ഇടനാഴിയും ഉദ്ഘാടനം ചെയ്തു. ഇത് ഡൽഹിയും മീററ്റും തമ്മിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കും. ഇന്നലെ 2026 ഫെബ്രുവരി 22-ന് മീററ്റിലെ ശതാബ്ദി നഗർ സ്റ്റേഷനിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീററ്റ് മെട്രോയും 82.15 കിലോമീറ്റർ നീളമുള്ള നമോ ഭാരത് കോറിഡോറും ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിലെ സരായ് കാലെ ഖാൻ മുതൽ ഉത്തർപ്രദേശിലെ മോദിപുരം വരെയുള്ള 82 കിലോമീറ്റർ നീളമുള്ള ഡൽഹി ഗാസിയാബാദ് മീററ്റ് കോറിഡോർ ഇതോടെ പൂർണ്ണമായി പ്രവർത്തന സജ്ജമായി. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയുള്ള മീററ്റ് മെട്രോ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ സംവിധാനമാണ്. 23 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മെട്രോ ശൃംഖലയിൽ 13 സ്റ്റേഷനുകളുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ആണിത്. ഇതിൻ്റെ ഡിസൈൻ വേഗത മണിക്കൂറിൽ 180 കിലോമീറ്റർ ആണ്. ഈ പാത യാഥാർത്ഥ്യമായതോടെ ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്കുള്ള യാത്രാസമയം ഏകദേശം 55 മിനിറ്റായി കുറഞ്ഞു. ലോകത്ത് തന്നെ ആദ്യമായി RRTS ട്രെയിനുകളും പ്രാദേശിക മെട്രോയും ഒരേ പാതയും സ്റ്റേഷനുകളും പങ്കിടുന്നു എന്ന പ്രത്യേകതയും ഈ പദ്ധതിക്കുണ്ട്. ഏകദേശം 30,274 കോടി രൂപ ചെലവഴിച്ചാണ് ഈ വലിയ പദ്ധതി പൂർത്തിയാക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി മീററ്റ് സൗത്ത് സ്റ്റേഷൻ വരെ മെട്രോയിൽ യാത്ര ചെയ്യുകയും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു. രാഷ്ട്രപതി ഭവനിലെ ബ്രിട്ടീഷ് ആർക്കിടെക്ട് എഡ്വിൻ ലൂട്ടിയൻസിന്റെ പ്രതിമ മാറ്റി പകരം ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറലായ സി രാജഗോപാലാചാരിയുടെ പ്രതിമ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ നടന്ന ഓപ്പറേഷൻ ട്രാഷി 1 എന്ന സൈനിക നീക്കത്തിൽ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സൈന്യം വധിച്ചു. ഇറാനിലെ US സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരോട് രാജ്യം വിടാൻ ഇന്ത്യ നിർദ്ദേശിച്ചു. മെക്സിക്കോയിലുള്ളവരോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹരിയാന സർക്കാരിൻ്റെ അക്കൗണ്ടുകൾ ഉൾപ്പെട്ട 590 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി IDFC ഫസ്റ്റ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന സ്വർണത്തിൻ്റെ ആവശ്യം സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. ജാർഖണ്ഡിലും ബീഹാറിലുമായി 40,000 കോടി രൂപയുടെ പുതിയ വൈദ്യുതി പദ്ധതികൾ ഗൗതം അദാനി വിലയിരുത്തി.